ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം 6. ധർമ്മമീമാംസ. രാമായണത്തെ അധികരിച്ച് ഇന്നത്തെ മനന വിഷയമാണ്. ഭാരതവർഷത്തിലെ അനാദി സനാതനമായ സംസ്കൃതി, ധർമ്മം എന്ന മൂല്യബോധം വളരെയധികം മഥനം നടത്തി വരുന്ന പദമാണ്. ഈ ചുരുങ്ങിയ സമയത്തിൽ അതിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നമുക്ക് വിചിന്തനം ചെയ്യാം. ധർമ്മത്തിൻ്റെ രസാത്മകമായ അനുഭൂതിയുടെ നാമമാണ് ഭക്തി. ബ്രഹ്മത്തിൻ്റെ സത്സ്വരൂപത്തെ വ്യക്തമാക്കുന്ന പ്രവൃത്തിയാണ് ധർമ്മം. അതിൻ്റെ അസീമതയുടെ ആഭാസം അഖില വിശ്വത്തിൻ്റെ സ്ഥിതിയിലും കാണാൻ കഴിയുന്നു. കുടുംബം, സമാജം മുതലായ ചെറിയ ഘടകങ്ങൾ മുതൽ ലോകപരിപാലനം, സംരക്ഷണം എന്നിവ സമഷ്ടി രൂപത്തിലും അഖില വിശ്വത്തിൻ്റെയും നിലനിൽപ്പിനുള്ള രീതിയിലും ധർമ്മം ദർശിക്കപ്പെടുന്നു. ഭക്തൻ്റെ ഭാവന വളരെ ദൂരെ വരെ എത്തിയാലും സന്തുഷ്ടനാകുന്നില്ല. സത്സ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ ഭക്തൻ സാധന ചെയ്യുന്നു. ഭക്തൻ്റെ ഉള്ളിലുള്ള ചിത്ത് പുറമേയുള്ള സത്തിനെ സാക്ഷാത്കരിക്കുന്നു. അപ്പോഴാണ് ആനന്ദം ആവിർഭവിക്കുന്നത്, ഉണ്ടാകുന്നത്. അയാൾക്ക് ഭഗവാന്റെ സാമീപ്യഭാവം ലഭിക്കുന്നു. ധർമ്മത്തിന് ഉപരിയായി പല സോപാനങ്ങളുണ്ട്. അതായത് ഗൃഹധർമ്മം, കുലധർമ്മം, സമാജധർമ്മം, വിശ്വധർമ്മം അഥവാ പൂർണ്ണധർമ്മം എന്നിങ്ങനെ. ഏതേലും പരിമിത വർഗത്തിൻ്റെ നന്മയ്ക്കായുള്ള കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് വിസ്തൃത ജനസമൂഹത്തിന് വേണ്ടിയുള്ള കർമ്മം. അത് ഉയർന്ന ശ്രേണിയിലുള്ളതാണ്. ധർമ്മത്തിൻ്റെ ഔന്നത്യം അതിൻ്റെ വ്യാപകത്വത്തെ അനുസരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഉദാഹരണം, ഗൃഹധർമ്മം അഥവാ കുലധർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് സമാജധർമ്മം. സമാജധർമ്മത്തെക്കാൾ ശ്രേഷ്ഠം ലോകധർമ്മവും അതിനേക്കാൾ ശ്രേഷ്ഠം വിശ്വധർമ്മവും മഹത്വമേറിയതായി കാണുന്നു. അതിൽ ധർമ്മം ശുദ്ധവും പൂർണ്ണസ്വരൂപവുമായി കാണപ്പെടുന്നു. ഈ പൂർണ്ണധർമ്മം അംഗിയും ശേഷധർമ്മങ്ങൾ അംഗങ്ങളുമാണ്. പൂർണ്ണധർമ്മം അഖില വിശ്വത്തിനു വേണ്ടി സ്ഥിതി ചെയ്യുന്നു. ഇത് പൂർണ്ണ പുരുഷോത്തമനിൽ കാണാൻ കഴിയുന്നു. യഥാർത്ഥ ഭക്തന് അതിൻ്റെ മാർമിക അനുഭൂതി ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഈ അനുഭൂതിയാണ് ആ ഭക്തൻ്റെ ആചരണവും. ഭഗവാൻ പൂർണ്ണധർമ്മസ്വരൂപനാണ്. അതിനാൽ പതംഗം മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാ പ്രാണിവർഗങ്ങളുടെയും രക്ഷയ്ക്കായി നിലകൊള്ളുന്നു. അതിലാനന്ദം അനുഭവിക്കുന്നു. വിശ്വവ്യാപകത്വം അനുസരിച്ച് ആനന്ദവും ഉണ്ടാകുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ
പൂർണ്ണധർമ്മസ്വരൂപനാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ ധർമ്മവിഗ്രഹനാണ്. ആ മഹത് വ്യക്തിത്വത്തെ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കർമ്മത്തിൻ്റെ പ്രകാശം, ബ്രഹ്മത്തിൻ്റെ സസ്വരൂപത്തിൻ്റെ പ്രകാശമായിട്ട് കാണുന്നു. അത് അധർമ്മത്തിൻ്റെ അന്ധകാരത്തെ ഇല്ലാതാക്കിയിട്ട് ധർമ്മത്തിൻ്റെ ജ്യോതി പരത്തുന്നു. ഭഗവാന്റെ മനോഹര രൂപം മുന്നിൽ തെളിയുന്നു. ഭക്തൻ പുളകിതനാകുന്നു. ധർമ്മത്തിൽ നിന്നാണ് അഭ്യുദയവും നിശ്രേയസ്സും സിദ്ധിക്കുന്നത്. മോദനമാർഗവും ധർമ്മമാർഗവും ഭിന്നമല്ല. ധർമ്മം വികസിക്കുന്നത് നമ്മുടെ പരസ്പര വ്യവഹാരങ്ങളിൽ നിന്നാണ്. നമ്മുടെ പാരസ്പരിക വ്യവഹാരങ്ങൾക്കുള്ള പ്രേരക ശക്തി രാഗാത്മകം അഥവാ ഭാവാത്മകമായ ഹൃദയത്തിൽ നിന്നാണ്. ധാർമ്മികമായ കർമ്മം, ജ്ഞാനം, ഭക്തി എന്നിവയുടെ സമന്വയം മൂലമാണ് ജീവിതത്തിന് പൂർണ്ണത ലഭിക്കുന്നത്. സാധനാമാർഗങ്ങൾ പലതാണ്. ചിലർ ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നു, ചിലർ ഭക്തിമാർഗം സ്വീകരിക്കുന്നു, മറ്റു ചിലർ കർമ്മമാർഗം അവലംബിക്കുന്നു. വാൽമീകിയ മഹർഷി ധർമ്മത്തിൽ ഉറച്ചു നിന്നു. വ്യാസനും ഭാസനും ഭൗഭൂതിയും തുളസിയും തുഞ്ചനും ഭക്തിക്ക് മുൻഗണന നൽകി. ധർമ്മഭാവനയ്ക്ക് ഭക്തിഭാവനയോട് നിത്യബന്ധമുണ്ട്. ഉദാഹരണം ഭരതൻ്റെയും വിഭീഷണൻ്റെയും വ്യക്തിത്വം. ഭരതൻ മാതാവിനെയും വിഭീഷണൻ ജ്യേഷ്ഠനെയും നിന്ദിച്ചു. അധർമ്മം കാട്ടിയതിനാൽ പ്രജാഹിതം നിർവഹിക്കുക എന്നത് രാജധർമ്മമാണ്. ശ്രീരാമചന്ദ്രൻ അതിന് മുൻഗണന കൊടുത്തു. ഭാര്യാപാലനം ഭർത്താവിൻ്റെ ഗൃഹധർമ്മമാണ്, കുടുംബധർമ്മമാണ്. അത് പ്രജാഹിത പരിപാലനത്തെ അപേക്ഷിച്ച് താഴെയുള്ളതാണ്. അതുകൊണ്ടാണ് ശ്രീരാമൻ ഗർഭവതിയായ ഭാര്യ സീതാദേവിയെ പരിത്യജിച്ചത്. അല്ലാതെ സ്നേഹക്കുറവ് കൊണ്ടല്ല. ഏകപത്നിത്വമാണ് ശ്രീരാമചന്ദ്രൻ്റെ വ്രതം. രാമഹൃദയത്തിൽ സീതാദേവി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് കാർമേഘത്തിൽ മിന്നലൊളി മറഞ്ഞിരിക്കുന്നത് പോലെയാണ്. ശ്രീരാമൻ പരിപൂർണ ധർമ്മസ്വരൂപനാണ്. അഖില വിശ്വത്തിനും അദ്ദേഹം നന്മ ആഗ്രഹിക്കുന്നു. ധർമ്മവിരോധവും രാമവിരോധവും ഒന്ന് തന്നെയാണ്. രാമനോട് പ്രിയമില്ലാത്ത ഒരുവൻ ധർമ്മത്തിനോടും പ്രിയമില്ലാത്തവനാണ്. സീതാരാമന്മാർ വീട് വിട്ട് കാനന പ്രവേശനത്തിന് പോകുന്നു, അച്ഛൻ്റെ ആജ്ഞ പാലിക്കാൻ. ലോകം ശോകമൂകമാകുന്നു. ദശരഥൻ പ്രാണത്യാഗം ചെയ്തു. ഭരതൻ വിരക്തനായി. പ്രിയനെ തിരസ്കരിക്കുകയും വേദനിപ്പിക്കുകയും കണ്ടിട്ട് ക്ഷുബ്ധനാകാത്ത ഒരുവൻ എങ്ങനെ യഥാർത്ഥ ധർമ്മപ്രേമിയാകും? ഭരതൻ ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ യഥാർത്ഥ പ്രേമിയും ഭക്തനുമാണ്. ആ ചിത്രമാണല്ലോ ഭരതനെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ളത്. കഥാതന്തുവിനുള്ളിൽ അധർമ്മികളെ ശിക്ഷിക്കുന്ന, അധർമ്മികളെ
അധർമ്മികൾക്ക് ശിക്ഷ കൊടുക്കുന്ന പാത്രത്തെ കാണുമ്പോൾ പാഠകൻ്റെയും ശ്രോതാവിൻ്റെയും ഭാവന സന്തുഷ്ടമാകുന്നു. അവർക്ക് ആനന്ദം ലഭിക്കുന്നു. അതിന് ഭരതനേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരു കഥാപാത്രം കാണില്ല. ഏതൊരു പുത്രൻ ഭരതന് വേണ്ടിയാണോ കൈകേയി മാതാവ് വരയാചനയിലൂടെ രാജ്യാധികാരം നേടിയെടുത്ത് സകല അനർത്ഥവും സൃഷ്ടിച്ചത്, ആ ഭരതൻ തന്നോട് ക്രൂരമായി സകലതും വലിച്ചെറിഞ്ഞിട്ട് പെരുമാറിയത് അപ്പോൾ കൈകേയിക്ക് ഇത്രമാത്രം ആത്മഗ്ലാനി ഉണ്ടായിട്ടുണ്ടാകാം. ഈ ആത്മഗ്ലാനി സൃഷ്ടിക്കുക എന്നതാണ് കവിയുടെ ലക്ഷ്യം. വിഭീഷണനെ നോക്കുക, ഭ്രാതൃദ്രോഹി എന്നാണ് പലരും അദ്ദേഹത്തെ കരുതുന്നത്. എന്നാൽ അദ്ദേഹം ഉത്തമനായ ഭഗവത് ഭക്തനാണ് എന്നറിയുക. ഭക്താഗ്രനിയാണ്. വ്യാപകമായ ധർമ്മ രക്ഷയ്ക്കായി ജ്യേഷ്ഠൻ രാവണനെ പരിത്യജിച്ചു. വിഭീഷണൻ രാവണൻ ലോകപീഡകനാണ്, പരതാര ചോരനാണ്. ത്രിഭുവനവും രാവണനെ ഭയപ്പെട്ട് കഴിയുന്നു. അങ്ങനെയുള്ള ജ്യേഷ്ഠനിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് വിഭീഷണൻ. ലങ്കയിലെ ഒരു കൊച്ചു കുടിലിൽ ഈശ്വരനാമം ജപിച്ച് കഴിയുന്നു. ഭാര്യ സരമയും മകൾ ത്രിജടയും കൂടെയുണ്ട്. മൂവരും അഖില ലോകരക്ഷകനായ ഭഗവാനെ ഭജിച്ച് കഴിയുന്നു. ഭക്തിമാർഗത്തിൽ ചരിക്കുന്നു. 2 വഴികളാണ് വിഭീഷണന്റെ മുമ്പിലുള്ളത്. ഒന്ന് ഗൃഹധർമ്മം അഥവാ കുലധർമ്മം പാലനം. മറ്റൊന്ന് വ്യാപകവും സമുന്നതവുമായ വിശ്വധർമ്മം. വിഭീഷണൻ ലോകമംഗളദായകമായ വിരാട് ധർമ്മരക്ഷയ്ക്കായി ധർമ്മമൂർത്തി ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിച്ചു. ശുഭമസ്തു. സന്തു മംഗള സദാനി.